ഒരു പൂച്ചയാണ് ലാസി എന്ന് പറയുന്നത്. ഞങ്ങൾ ഭയങ്കര കൊഞ്ചിപ്പിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ അവൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഒരു കുഞ്ഞിനെ ഇവിടുത്തെ സ്ട്രീറ്റ് ഡോഗ്സ് ആരോ കടിച്ചിട്ടും പോയി. ബാക്കി 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പുറത്തെ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ അവളെ ഒരു യൂട്യൂബറാണ്. അപ്പം അവളുടെ വീട്ടിലാണ്. അത് ഞാൻ പിന്നെ കാണിച്ചു തരുന്നത്. അപ്പം നമുക്കിപ്പോൾ വേറെ ഒരു മാവുണ്ട്. അവളുടെ 3 കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ ഉള്ളൊരു കഥയാണ്. ഒരു മാവുണ്ട് ഇവിടെ. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മാവിനകത്ത് ഇങ്ങനെ കയറുന്നതെന്ന് അറിയാം. അവൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങാട്ടി ചാടും. ഇവിടെ നിന്ന് ദാങ്ങ ചാടും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങാട്ടി ചാടും. ഇതിവിടെ കൂടെ പഠിച്ച് എന്നിട്ട് ഇതിങ്ങനെ പോയി അവൾ ആറ്റെത്തുമ്പോൾ ഇതേ ഒരു മാവ് കാണാം. അവിടെ നിന്ന് ഇതിങ്ങനെ ആ ഒരു കൊമ്പിൽ അവിടേക്ക് ചാടും. അവിടെ നിന്ന് നേരെ ഇങ്ങനെ പഠിച്ച് ഈ കൊമ്പിൽ കൂടി ഇവിടെ സൺഷെയ്ഡുമ്പോൾ ഈ സൈഡിലാണ് വെച്ചിരുന്നത്. പിന്നെ അവിടെ ഇപ്പോൾ കാറ്റും മഴയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ സാധനത്തിനെ മാറ്റി പുറകിൽ കൊണ്ടുപോയി വെച്ച് കുറച്ച് ദിവസം 1 മാസമൊക്കെ അവിടെ നിന്നായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ കാറ്റ് മഴ വരുമ്പോൾ നമ്മുടെ ഡ്രെയിൻ കീസിലുള്ള പൈപ്പിൻ്റെ വെള്ളം വരുമ്പോഴത്തേനും അവിടെ നനയുമെന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ ശരിയായില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നേരെ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച്. എന്നിട്ട് അവിടെ തന്നെയാണ് സുഖവാസം. പിന്നെ നമ്മളിപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞില്ലാത്ത കാരണം ഒരിതാണ് എന്നാന്ന് അറിയില്ല അവരുടെ വിഷയം. അപ്പം ഇന്ന് നമ്മൾ റൂം ടൂർ എടുക്കും. റൂം ടൂറിന് ഞാൻ ഇന്നലെ മുതലേ പറയാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കും. ഇന്ന് ഉച്ച സമയമൊക്കെ ആകുമ്പോൾ എടുക്കും. നമ്മളെ മേരിമഞ്ഞയുടെ ചാനലിൽ മേരിമഞ്ഞയല്ല മഞ്ഞേൻ്റെ റെനാൻ്റെ മഞ്ഞയുടെ ചാനലിൽ അധികം വീഡിയോ ഇടാൻ പറ്റില്ല. ഇതിൽ വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് വീഡിയോ ഇടാം. കാരണം ഈ ഫോണൊക്കെ നമ്മുടെ കൈ കരുതുന്നതാണ്. പക്ഷേ അത് അങ്ങനെ കരുതൂല. അപ്പോൾ നാളെ ഞാൻ പോകും ഗൈസ്. എൻ്റെ സ്വന്തം നാട് കോട്ടയത്താണ്. അപ്പം അവിടേക്ക് പോകും. അപ്പം എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അപ്പച്ചനും വരുന്നത്. അപ്പച്ചൻ്റെ ഫോണാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇത് നിർത്തിയോന്നാണോ ചേച്ചിയുടെ വിചാരം എന്ന് ചോദിക്കരുത്. നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ പുറത്തോട്ട് നിന്ന് പറഞ്ഞാൽ നല്ല രസം. എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങോട്ടൊക്കെ ഈ ചുള്ളിപ്പോലും ഇങ്ങനെ പടർന്ന് പറഞ്ഞത്. നേരത്തെ കുറേ പൂവുണ്ടായതാണ് ഗൈസ്. അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നു ഗൈസ്. ഇത്രയുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്കിയിടുന്ന ഒരു കാറ്റടിച്ചതിൻ്റെ കോലമാണ് ഇതൊക്കെ. നമ്മളിവിടെ കോൺക്രീറ്റ് ഇനി കട്ടയിട്ടിറാം ഗൈസ് ഉണ്ടാക്കുക. ഇതെൻ്റെ സ്വന്തം വീടല്ല, ഇതെൻ്റെ അമ്മ വീടാണ്. അമ്മ വീട്ടിലാണ് എൻ്റെ സകല കളികളും നടക്കുന്നത്. അപ്പം നമ്മുടെ റൂം ടൂറിൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. നമുക്ക്